വെൽക്കം ടു ജിലേബി ക്യുസീൻ. ഞാൻ ജിബി ജിജോ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വീറ്റ് ഫ്ലോറും കൊണ്ടൊരു മസാല ദോശയാണ്. വീറ്റ് ഫ്ലോറും കൊണ്ടോ സംശയമാ? ഇതിന് സാധാ ഗോതമ്പ് ദോശയുടെ ടേസ്റ്റ് ഒന്നുമേ അല്ല. നല്ല രസമാണ് കഴിക്കാനായിട്ട്. നല്ല മൊരിഞ്ഞ ദോശയാണ് ഇത്. ഇതേപോലുള്ള നല്ല രുചിക്കൂട്ടുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യുക, ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. സാധാരണ വീറ്റ് ദോശ എപ്പോഴും സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക, മൊരിഞ്ഞ് കിട്ടാറില്ല. പക്ഷേ മൊരിഞ്ഞ് കിട്ടുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ റവയാണ്, തരിതരിപ്പോടുകൂടിയുള്ള റവ. അതൊന്ന് പൊടിച്ചെടുക്കണം. ഒരു ഫൈൻ പൗഡറായിട്ട് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ബോംബെ റവയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് 1 കപ്പ് തൈരാണ്. നമ്മുടെ സാധാരണ ദോശയ്ക്കൊക്കെ ഒരു പുളിരസമില്ലേ, ആ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആട്ട ഇട്ട് കൊടുക്കാം. ഒരു 1.5 കപ്പ് ആട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആട്ടയും തൈരും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ടയില്ലാതെ മാവ് രൂപത്തിൽ ആക്കിയെടുക്കുക. നമ്മുടെ സാധാരണ ദോശമാവിൻ്റെ തിക്നെസ്സിലെ ആ ഒരു പരുവമാണ് വേണ്ടിയത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് മാവാക്കി എടുക്കുക. ദോശമാവിൻ്റെ തിക്നെസ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് സൈഡിലേക്ക് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന മസാല ദോശയ്ക്ക് മസാല വേണ്ടി, അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാം. പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിരുന്നു, അതൊക്കെ പൊട്ടി. അപ്പോൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. രണ്ടും ഓരോ ടീസ്പൂൺ വെച്ചുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 മീഡിയം സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. സവാള ഇവിടെ പഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു 2 സാമാന്യം വലുപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഒന്ന് പുഴുങ്ങിയെടുത്തിരുന്നു. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിനെ ഒന്ന് ഉടച്ചെടുത്തതാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അത് നമുക്കിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾ 1/2 ടീസ്പൂൺ ഉണ്ട്. 1/4 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂണും ഒരു 1-2 പിങ്ക് ഉണ്ടാവുള്ളൂ. അത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മസാലയിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ മസാലയും ഇവിടെ തയ്യാറായി. നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ബാറ്റർ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ദോശത്തവയൊക്കെ ചൂടായിരിക്കുകയാണ്. അപ്പം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വട്ടത്തിൽ പരത്തി കൊടുക്കാം. ദോശത്തവ ഒന്ന് കയ്യിലെടുത്ത് പൊക്കി പിടിച്ചിട്ടാണ് ഇങ്ങനെ പരത്തുന്നത്. അപ്പം നമുക്ക് നല്ല സ്മൂത്തായിട്ട് അതിനെ വട്ടത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ ഇപ്പോൾ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബ്രൗൺ ഷെയ്ഡൊക്കെ കാണുന്നില്ലേ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. ഞാൻ കുക്ക് ചെയ്യുന്നത് ഒരു ഹൈനും മീഡിയത്തിനും ഇടയ്ക്ക് ഫ്ലെയിം സെറ്റ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഇഷ്ടാനുസരണം മസാല വെച്ച് കൊടുക്കുക. ഒന്ന് ഫോൾഡ് ചെയ്യുക. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. വളരെ ടേസ്റ്റിയുമാണ് ഈ ദോശ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യുക. സാധാരണ ഗോതമ്പ് ദോശയിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഈ ദോശയ്ക്ക്. നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും വീണ്ടും തയ്യാറാക്കും. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.